പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ വീണ്ടും സജീവമാവുകയാണ്. ഇറാനെ അനുനയിപ്പിക്കാൻ ഖത്തർ പ്രതിനിധികൾ ടെഹ്റാനിലെത്തി. ഹോർമൂസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുത്തെന്ന് ഇറാൻ പ്രഖ്യാപിക്കണമെന്ന് US. സാങ്കേതിക ചർച്ചകൾ തുടരുമെന്ന് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. എന്നാൽ ഇറാനുമായി ഇനി വെടിനിർത്തൽ ഉണ്ടാകില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അജയ് സുധാബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, US-ന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് ആക്രമണങ്ങൾക്കും തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പറയുന്നു. അതോടൊപ്പം തന്നെ ഇനിയൊരു വെടിനിർത്തൽ കരാർ ഉണ്ടാകില്ല എന്ന് US-ഉം പറയുന്നു. അങ്ങനെയെങ്കിൽ ആക്രമണം കൂടുതൽ കടുക്കാനുള്ള സാധ്യതയല്ലേ മുന്നിലുള്ളത്? അനുശ്രീ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇറാനിൽ തുടർച്ചയായിട്ട് ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് തുടർച്ചയായിട്ട് ഇപ്പോൾ അവിടെ ഒരു സമാധാന നീക്കം ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ആശ്വാസജനകമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ആശങ്കയുണ്ടാക്കുന്ന ചില വസ്തുതകൾ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇറാൻ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുന്നത് അമേരിക്കയ്ക്കെതിരെ ഏത് തീവ്ര നടപടിക്കും തയ്യാറാണ്, വേണമെങ്കിൽ ദീർഘകാലയളവിലേക്ക് ഒരു യുദ്ധത്തിന് വേണമെങ്കിലും ഇറങ്ങി പുറപ്പെടും എന്നാണ് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാക്കർ ഗാലിബാഫിന്റെ ഒരു ഭീഷണി. അതുപോലെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് US ആണ് 14-ന് ധാരണാപത്രത്തിന്റെ വ്യവസ്ഥകൾ നഗ്നമായി ലംഘിച്ചത്. അതുകൊണ്ട് ഇതിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവും നിലപാടെടുത്തു. എന്നാൽ US തുടർച്ചയായിട്ട് 2 ദിവസം ഇറാനെ ആക്രമിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു നയതന്ത്ര നീക്കവുമായിട്ടാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും ഒരു മധ്യസ്ഥ ശ്രമത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. US ഇപ്പോൾ പറയുന്നത് ഇറാനുമായിട്ട് ഒരു വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നില്ല, പക്ഷേ അവരുമായിട്ട് ചർച്ച ചെയ്ത് ആണവ വിഷയം ഉൾപ്പെടെയുള്ള കാര്യത്തിൽ പരിഹാരം കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. ട്രംപും കഴിഞ്ഞ ദിവസം ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ കുറിച്ചത് ഇറാൻ ഒരു ചർച്ചയ്ക്കായി ആഗ്രഹിക്കുന്നുണ്ട്, അവർ തങ്ങളോട് അപേക്ഷിച്ചത് പ്രകാരമാണ് US ചർച്ചയ്ക്കായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നിലവിലൊരു വെടിനിർത്തൽ കരാർ ഇല്ല എന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ ഇല്ല എന്ന് അമേരിക്ക പറയുമ്പോൾ ഇറാനുമായിട്ട് ഒപ്പിട്ട 14-ന് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ അമേരിക്കയ്ക്ക് പാലിക്കേണ്ടി വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇറാന്റെ ഫ്രീസ് ചെയ്തിട്ടുള്ള സ്വത്തുവകകൾ വിട്ടു നൽകേണ്ട കാര്യമില്ല. അതുപോലെ ഇറാന് മേലുള്ള എണ്ണ ഉപരോധം അത് എടുത്തു കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് കടന്ന് US-ന് ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയും. പക്ഷേ ഈ 14-ന് ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ US ലംഘിക്കുകയാണെങ്കിൽ മറുപക്ഷത്ത് ഇറാനും കൂടുതൽ സമ്മർദ്ദം ശക്തമാക്കാനാകും. അവരുടെ മുന്നിലുള്ള ഏറ്റവും വലിയ സമ്മർദ്ദ തന്ത്രം ഹോർമുസ് കടലിടുക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷവും ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിർദ്ദേശിച്ചിട്ടുള്ള പാതയിലൂടെ അല്ലാതെ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്കെതിരെയാണ് അവർ ആക്രമണം കടുപ്പിച്ചിരുന്നത്. ഇപ്പോൾ മേഖലയിൽ ഒരു സംഘർഷ സാധ്യത ഉണ്ടായ ഘട്ടത്തിൽ ഇറാന് വേണമെങ്കിൽ ഈ ആക്രമണം അത് കൂടുതൽ വ്യാപകമാക്കാൻ സാധിക്കും. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ തന്നെ കപ്പലുകൾ വളരെ കുറച്ച് മാത്രമാണ് ഹോർമുസ് കടലിടുക്ക് വഴി കടന്നു പോകുന്നത്. അത് തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഘർഷ സാഹചര്യങ്ങളുടെ ഫലമാണ്. അപ്പോൾ US ആവശ്യപ്പെടുന്നത് ഇറാൻ ആദ്യം തന്നെ ഹോർമുസ് കടലിടുക്ക് എല്ലാ രാജ്യങ്ങൾക്കുമായി തുറന്നുകൊടുത്തു എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തണം. അതിനുശേഷം US ചർച്ചകൾക്കായി മുന്നിട്ടിറങ്ങും എന്നാണ് US-ന്റെ ഭാഗത്ത് നിന്ന് വ്യക്തമാക്കുന്ന ഒരു കാര്യം. പക്ഷേ ഇറാൻ ഇതിന് തയ്യാറാകുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഇതിനിടെയാണ് ഖത്തർ ഒരു മധ്യസ്ഥ ശ്രമവുമായിട്ട് മുന്നിട്ട് വന്ന് ഇപ്പോൾ അവരുടെ പ്രതിനിധികളെ ഇറാനിലേക്ക് അയച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ പ്രത്യാക്രമണവും നടത്തിയിട്ടുണ്ട്. അത് അമേരിക്കയുടെ ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തിയതെന്നായിരുന്നു ഇറാന്റെ ഒരു വിശദീകരണം. പക്ഷേ അത്തരം പിണക്കങ്ങളൊക്കെ മാറ്റിവെച്ച് ഖത്തറും ഈ സമാധാന ശ്രമങ്ങളുടെ ഭാഗമാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധേയമാണ്. ഇപ്പോൾ ടെഹ്റാനിലെത്തി പ്രതിനിധികൾ ഉടൻ തന്നെ ഇറാനിലെ അധികൃതരോട് സംസാരിക്കും. അതിനുശേഷം ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് മറ്റ് ഒരു ഔദ്യോഗിക നിലപാട് നമുക്ക് ഉടൻ തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം. അജയ്, അതുപോലെ തന്നെ ഈ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വയ്ക്കാൻ ഇറാനിലെ തന്നെ ഒരു വിഭാഗം ശ്രമിക്കുകയാണ് എന്ന തരത്തിലുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിലെന്തെങ്കിലും തരത്തിലുള്ള യാഥാർത്ഥ്യമുണ്ടോ? അത്തരത്തിലെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇറാനിൽ ഇപ്പോൾ അത്തരം തീവ്ര നിലപാടെടുത്തിരിക്കുന്ന ആളുകൾ തന്നെയുണ്ട്. പ്രധാനമായിട്ടും അവരുടെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ സംസ്കാര ചടങ്ങിനിടെ ഇത്തരം ആക്രമണം നടത്തിയതിൽ അവർക്ക് നല്ല രീതിയിലുള്ള അനിഷ്ടമുണ്ട്. പ്രധാനമായിട്ടും ഈ സംസ്കാര ചടങ്ങ് നടന്ന മിനാബിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട പാലം തകർത്ത ഒരു സംഭവം തന്നെ അത് പല അധികൃതരെയും കാര്യമായി തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കടുത്ത നിലപാടെടുത്തിരിക്കുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള
മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് US-മായി വേണമെങ്കിൽ ഒരു യുദ്ധത്തിന് തന്നെ തയ്യാറാണ് എന്നാണ്. അതിനു മുൻപേ തന്നെ അദ്ദേഹം തൻ്റെ എക്സ് അക്കൗണ്ട് വഴി US നടത്തിയിട്ടുള്ള ഈ കരാർ വ്യവസ്ഥയിലെ ലംഘനങ്ങൾ അത് അക്കമിട്ട് നിരത്തിക്കൊണ്ട് വളരെ കടുത്ത രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇറാനിലെ പല നേതാക്കൾ ഇത്തരത്തിൽ ഒരു കടുത്ത നിലപാടെടുക്കുന്നത് തന്നെ ഈ സമാധാന ചർച്ചകൾക്ക് ഒരു മാർഗതടസ്സമാണ്. പക്ഷേ ഇപ്പോൾ ഇറാനിൽ കൂടുതൽ നേതാക്കളും ഇത്തരം ഒരു പ്രതികരണമാണ് എടുത്ത് കണ്ടിട്ടുള്ളത്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയും ഏതാണ്ട് സമാനമായിട്ടുള്ള രീതിയിലാണ് നിലവിലെ ആക്രമണങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുൻപ് ഈ സമാധാന ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു അനുനയ നീക്കത്തിന്റെ സംഭാഷണങ്ങൾ അതിപ്പോൾ ഇറാനിൽ ആരുടെ ഭാഗത്തു നിന്നും കാണാനില്ല. അതാണ് ഒരു സമാധാന കരാർ അല്ലെങ്കിൽ നേരത്തെ ഒപ്പിട്ടതുപോലെ ഒരു ധാരണയിലേക്ക് ഇരു രാഷ്ട്രങ്ങളും എത്തുമോ എന്നുള്ളത് വലിയൊരു സംശയത്തിൽ ആഴ്ത്തുന്നത്. അതുപോലെ ഇന്നലെയും ഇറാനിൽ ആക്രമണം നടന്നിരുന്നു. അതിന്റെ ഉത്തരവാദിത്തം അമേരിക്ക തള്ളിക്കളയുന്ന ഒരവസ്ഥയുണ്ടായി. അതും ഈ ആക്രമണം നടത്തിയത് ആരാണെന്നുള്ളത് ഇതുവരെ സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യവുമുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ഇത്തരം ഒരു സമാധാന ശ്രമങ്ങളിലേക്ക് ഇരു രാഷ്ട്രങ്ങളും എത്തുന്നത്. ഈ ഹോർമുസ് കടലിടുക്കിന്റെ കാര്യം തന്നെയാണ് ആദ്യം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി അമേരിക്ക ആഗ്രഹിക്കുന്നത്. ആ വിഷയത്തിൽ ഒരു തീരുമാനമായാൽ അടുത്ത് ആണവ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കൂടുതൽ സങ്കീർണമായിട്ടുള്ള ചർച്ചകളിലേക്ക് ഇറാനും അമേരിക്കയും കടക്കും. ശരി, അജയ് സുധ ബിജു ആണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്.